നമ്മുടെയൊക്കെ ഫോണിലിരിക്കുന്ന പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാതെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് നോക്കിയിട്ടുണ്ടോ? 99% ആൾക്കാർക്കും അറിയാത്ത ഉപകാരപ്രദമായ ഒരു ഫീച്ചർ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സാധാരണയായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനും ഗെയിം ഡൗൺലോഡ് ചെയ്യാനും ഒക്കെയാണല്ലോ പ്ലേ സ്റ്റോർ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതൊന്നുമല്ലാത്ത ഒരുപാട് ഫീച്ചറുകൾ പ്ലേ സ്റ്റോറിനകത്തുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്ലേ സ്റ്റോറിനകത്തുള്ള 2 ഉപകാരപ്രദമായ ഫീച്ചറുകളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. നിങ്ങളുടെ ഫോണിലിരിക്കുന്ന പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യരുത്. ജസ്റ്റ് നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ നിങ്ങൾക്ക് കളക്ഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നതാണ്. അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യ സമയത്ത് ഇതുപോലെ ലോഡിങ്ങും അതുപോലെ തന്നെ ഗെറ്റ് ഇറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെറ്റ് ചെയ്യേണ്ടതൊക്കെ വരും. പിന്നീട് ഇങ്ങനെയൊന്നും കാണിക്കില്ല, ഡയറക്റ്റ് ഓപ്പൺ ആകും. ഓക്കെ, ഇപ്പോൾ ഗെറ്റ് ഇറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലിരിക്കുന്ന മുഴുവൻ ആപ്ലിക്കേഷനും പല കാറ്റഗറി ആയിട്ട് ഇതിനകത്ത് കിടക്കുന്നത് കാണാം. നിങ്ങളുടെ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തിരഞ്ഞ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതുപോലെ ഇത് കണ്ടോ, നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി, മെസ്സേജ്, ഗെയിംസ്, ഷോപ്പിംഗ് ആപ്ലിക്കേഷൻ ഒക്കെ ഒരുമിച്ച് കിട്ടും. ഇതുപോലെ ഒരു ആപ്ലിക്കേഷൻ എളുപ്പം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ ഈ ഒരു ഓപ്ഷൻ മാത്രമല്ല, തൊട്ടടുത്ത് നിങ്ങൾക്ക് വാച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോണിൽ വീഡിയോ കാണാൻ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, നെറ്റ്ഫ്ലിക്സ് ആയാലും ആമസോണിൻ്റെ പ്രൈം ആയാലും യൂട്യൂബ് ആയാലും ജിയോ ഹോട്ട്സ്റ്റാർ ആയാലും ഇതുപോലെ എല്ലാ പ്ലാറ്റ്ഫോമിലെയും അപ്ഡേറ്റുകൾ നമുക്കിവിടെ നിന്ന് ലഭിക്കും. അതായത് അതിൽ പുതിയ സിനിമ വന്നാലും വീഡിയോ വന്നാലും ഇത്തരം ഓരോ ആപ്ലിക്കേഷനും തുറന്ന് നോക്കേണ്ട, അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഇതിനകത്ത് നിന്ന് ലഭിക്കും. ഇതിനകത്ത് നിന്ന് തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോകൾ നമുക്ക് പ്ലേ ചെയ്യാനും സാധിക്കും. ഇനി തൊട്ടടുത്തായി ഗെയിം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഗെയിം മാത്രമല്ല, ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ കളിക്കാൻ പറ്റുന്ന നിരവധി ഗെയിംസുകൾ ഇതുപോലെ ഉണ്ടാവും. ഇതൊക്കെ ജസ്റ്റ് ഇവിടെയുള്ള പ്ലേ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി, അപ്പോൾ അത് ലോഡാകും. എന്നിട്ട് നമുക്ക് ഇത്തരം ഗെയിമുകൾ ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ ഇതിനകത്ത് നിന്ന് നമുക്ക് കളിക്കാൻ സാധിക്കുന്നതാണ്. ഇനി പ്ലേ സ്റ്റോറിനകത്തുള്ള ചില ഫീച്ചറുകൾ പറഞ്ഞു തരാം. അതിനായിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് യു എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളൊക്കെ ഒരുപാട് ഗെയിം കളിക്കുന്നതല്ലേ, അത് നമുക്ക് കൃത്യമായി ട്രാക്ക് ചെയ്യാൻ പറ്റും. അതിന് ഈ ഓപ്ഷനിലേക്കാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം നിരവധി ഗെയിമുകൾ കളിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ മകൻ ഏറ്റവും കൂടുതൽ കളിക്കുന്നത് റോബ്ലോക്സ് എന്ന ഗെയിമാണ്. അത് ഒരു മാസത്തിൽ എത്രയാണ് കളിച്ചിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇനി താഴേക്ക് വന്നാൽ അവൻ ഉപയോഗിക്കാത്ത ഗെയിമും കാണാൻ സാധിക്കുന്നതാണ്. ആദ്യം മന്തിൽ ഉണ്ടാകുക, അത് മാറ്റിയിട്ട് ഓളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ കളിക്കുന്നതാണെന്ന് വെച്ചിട്ട് നമ്മൾ ചില ഗെയിമുകൾ നമ്മുടെ ഫോണിൽ വെക്കാറില്ലേ. ഇങ്ങനെ താഴെ വന്നാൽ നിങ്ങൾക്ക് കാണാം ചില ഗെയിമൊക്കെ ആകെ 7 മിനിറ്റ് ഉപയോഗിച്ചിട്ടുള്ളൂ. അത് ഓൾ ടൈമിൽ ലൈഫ് ടൈമിൽ ആകെ 7 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളൂ. അതൊക്കെ വലിയ MB-കളുണ്ട്. അപ്പോൾ ഇത്തരം ഗെയിമുകൾ കണ്ടെത്തി ഓപ്പൺ ചെയ്തിട്ട് അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞാൽ നമുക്ക് മെമ്മറി സ്പേസ് ഉണ്ടാവും. അതായത് നമ്മൾ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടാണ് ഇതൊക്കെ നമ്മൾ ഫോണിൽ വെക്കുന്നത്. ഇനി നമ്മൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷനൊക്കെ കണ്ടെത്തേണ്ട ഓപ്ഷൻ കൂടി പറഞ്ഞു തരാം. അതിനായിട്ട് പ്ലേ സ്റ്റോറിനകത്തെ വലതുഭാഗത്തുള്ള നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്താൽ മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ മാനേജ് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആയി കിടക്കുന്ന മുഴുവൻ ആപ്ലിക്കേഷനും ഇതിനകത്ത് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഇവിടെ വലതുഭാഗത്തായിട്ട് നിങ്ങൾക്കൊരു 3 ലൈൻസ് കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ലീസ്റ്റ് യൂസ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഏറ്റവും കുറവ് ഉപയോഗിച്ച ആപ്ലിക്കേഷൻ ഏറ്റവും മുകളിൽ വന്ന് നിൽക്കുന്നതാണ്. ഇതിൽ നിന്ന് ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ ഒന്നും ഒഴിവാക്കരുത് കേട്ടോ. അല്ലാതെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനൊക്കെ ഇതുപോലെ മാർക്ക് ചെയ്യാം. ഇപ്പം കാണാം ഫ്രീ ഫയർ ഒക്കെ 600 MB വെറുതെ പോയി കിടക്കുകയാണ്. എല്ലാം മാർക്ക് ചെയ്താൽ മുകളിൽ ഡിലീറ്റ് ബട്ടൺ ഉണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ആ മാർക്ക് ചെയ്തതൊക്കെ നിങ്ങൾക്ക് ഒരുമിച്ച് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.